പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെയ്ൻ. ഞാൻ നിങ്ങളുടെ സ്വന്തം മേഘ. വെൽക്കം ടു കൽക്കണ്ടം ദ ഡിയോ ഡയറീസ് യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് കലൂർ കൊച്ചിയിലാണ്. നമ്മൾ ഒരു ഫ്ലാറ്റിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. നമ്മുടെ കസിൻ ചേട്ടൻ ചിക്കു ചാച്ചന്റെ പുതിയ ഫ്ലാറ്റിന്റെ ഹൗസ് വാമിംഗ് അല്ലേ, അതിന്റെ ലഞ്ച് പാർട്ടിയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. നമുക്ക് അകത്തോട്ട് പോവാം. വാ. നമ്മുടെ ഫസ്റ്റ് വീഡിയോയ്ക്കായിട്ട് നമ്മളെ ചിക്കു ചാച്ചനെ പരിചയപ്പെട്ടായിരുന്നു. ഞാൻ മാവേലി. നമ്മളെ സ്ഥിരം ഞാൻ പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ, പുള്ളിക്കാരൻ UK നാട്ടിൽ വരുമ്പം ഞങ്ങൾ ഒരുമിച്ചാണ് പള്ളിയിലൊക്കെ പോകുന്നതെന്നൊക്കെ ഞാൻ ഫസ്റ്റ് വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഓണം വ്ളോഗിനകത്ത്. കാണാത്തവരത് പോയി കാണണേ. നമ്മളിപ്പം പുതിയ ഫ്ലാറ്റിലോട്ട് കയറാനായിട്ട് പോവാണ്. വെയിറ്റിംഗ് ഫോർ ദ ലിഫ്റ്റ്. എങ്ങനെയുണ്ട് ഫ്ലാറ്റിൽ നിന്ന് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല, നമ്മൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. പിന്നെ ചിക്കുച്ചന്റെ മക്കളെ കാണിക്കാവേ. അതെ, ട്വിൻസ് ആണ്. അപ്പം നമ്മൾ അകത്തോട്ട് കയറാൻ പോവാണ്. ഫ്ലാറ്റിനകത്തോട്ടല്ല, നമ്മുടെ ഫംഗ്ഷൻ നടക്കുന്ന ഹോളിലോട്ടാണ് കയറാൻ പോകുന്നത്. പിന്നെ നല്ലൊരു അടിപൊളി ദിവസമായിരിക്കും ഇന്ന് അല്ലേ? തീർച്ചയായിട്ടും മക്കളെ കാണിക്കാം. നല്ല ഫുഡ് ഉണ്ടായിരിക്കും അല്ലേ? വെറൈറ്റി ഫുഡ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ചിക്കു ചാച്ചൻ എല്ലാം ഇങ്ങനെ സർപ്രൈസ് ആക്കി വെച്ചിരിക്കുക. അപ്പൊ നമ്മൾ അകത്തോട്ട് കയറാനായിട്ട് പോവാം. നിങ്ങളെയും ഇതിന്റെ ഒരു ഭാഗവാക്കാക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് അല്ലേ? നല്ലൊരു അടിപൊളി ദിവസം. അപ്പം നമുക്ക് അടിച്ചു പൊളിക്കാം ഒരുമിച്ച്. ഓക്കെ, അകത്തോട്ട് കയറാം. നമ്മുടെ ഫംഗ്ഷൻ തുടങ്ങി. ഫാമിലി മെമ്പേഴ്സ് ഓരോരുത്തരായിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സ്റ്റേജിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ ലഞ്ച് ടൈമാണ്. നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് പോവാണ്. അങ്ങനെ നമ്മുടെ ഒഫീഷ്യൽ ഫംഗ്ഷൻ ഒക്കെ കഴിഞ്ഞു. പിന്നല്ല, അടിച്ച് പൊളിക്കുക. ചിക്കുചാച്ചൻ പറയുന്ന ഒരു പാട്ടൊക്കെ പാടണമെന്ന് ഞാനൊരു പാട്ട് പാടാൻ പോവാണ്. നിങ്ങൾ മൊത്തം കേട്ടിട്ടേ പാടുള്ളൂ. നിങ്ങൾ സഹിപ്പിച്ചിരിക്കും. അപ്പം ചിക്കുചാച്ചന്റെ പുതിയ ഫ്ലാറ്റിന്റെ ഫംഗ്ഷൻ ആണ്. അതെ, നമ്മൾ പൊളിക്കാൻ പോകും. നന്ദി ചൊല്ലി തീരുവാനി ജീവിതം പോരാ. ലാലലാ ലാലാലാ കൺമണി അൻപോട് കാതലെന്നാരെഴുതും കണിതമേ. കവിത കൊട്ടത് അത് എഴുതനിക്ക് വാക്കൊട്ടത്. ഓ കൺമണി അൻപോട് കാതലെന്നാരെ പാടിക്കിനാണ് ചിരിയിൽ മുത്തുകൊടുക്ക അഴകിൽ ചന്തമേ എന്നുവൻ സ്വന്തമേ. കിളിയെ തട്ടക്കിളിയെ കൊഞ്ചി പറന്ന് കൂട്ടിലെത്തു നിറയെ ചിന്നിച്ചിതറും കൊതിയായി. അമ്മുവാന കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കണ്ണുയൽ. അവക്കുറുമ്പനന്ന് നെഞ്ചത്തെ വെട്ടിവെച്ചെല്ലുമായി താനെ അടിഞ്ഞു കയറി ദൂരത്തിൽ നിന്നോ പതുങ്ങിയല്ലോ. എന്നെ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ചിക്കു ചാച്ചന്റെ കസിൻ ബ്രദറാണ്. ചന്ദ്രപ്പള്ളിയിലുള്ള. എൻ്റെ പേര് ഷെയ്ൻ. എൻ്റെ വൈഫിന്റെ പേര് മേഘ. ഞങ്ങൾ രണ്ടുപേരും ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൽക്കണ്ടം ദ ഡിയോ ഡയറീസ് എന്നാണ് യൂട്യൂബ് ചാനലിന്റെ പേര്. അപ്പോ അതിനെ പറ്റിയിട്ടാണ് നമ്മുടെ ആങ്കർ മുന്നമേ സൂചിപ്പിച്ചത്, കൽക്കണ്ടം ദ ഡിയോ ഡയറീസ്. അപ്പോ നമ്മുടെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ ചന്ദ്രപ്പള്ളിയിലെ ഓണത്തിന്റെ ഒരു കാഴ്ചയുമായിട്ടാണ്. അതിൽ ഫസ്റ്റ് കാണിക്കുന്നത് തന്നെ ചിക്കുചാച്ചനെയാണ്. നമ്മുടെ ഐശ്വര്യ എന്ന് പറയുന്നത് ചിക്കുചാച്ചനാണ്. അങ്ങനെ നമ്മളിങ്ങനെ പതുക്കെ വീഡിയോസ് ഇങ്ങനെ ചെയ്തു വരികയാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ
ദയവ് ചെയ്ത് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെൽക്കം ദ ഡിവോ ഡയറക്ട്സ്. ഓക്കെ, താങ്ക് യു. പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ വിശ്വസിക്കുന്നു. ഓക്കെ. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ഫംഗ്ഷൻ ഏകദേശം കഴിയാറായി, ഫുഡ് എല്ലാവരും കഴിച്ചൊക്കെ കഴിയാറായി. അപ്പം ഞാൻ പാട്ട് പാടിയതുകൊണ്ട് ലാസ്റ്റിൽ വന്നാൽ കഴിക്കുന്നത്. ഞാൻ എടുത്തത് ചോറും അതുപോലെ തന്നെ കുറച്ച് കൂട്ടാനാണ് കൂടുതലെടുത്ത്. ചോറ് കുറച്ചെടുത്ത്, കൂട്ടാൻ കൂടുതലെടുത്ത്. ഡയറ്റിലാണ്. നമ്മുടെ വ്ലോഗിൽ നിന്ന് വണ്ണം കുറഞ്ഞ് കാണണ്ടായി, അതിന് വേണ്ടിയിട്ട് ഡയറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചോറ് കഴിച്ച് കഴിഞ്ഞു. ഇത് ഇച്ചിരി അധികമായി പോയി എടുത്തത്. അപ്പോൾ കാണാം, നമുക്ക് ഫ്ലാറ്റിലോട്ട് പോകാം. ഫ്ലാറ്റിൻ്റെ കൂടുതൽ വീഡിയോസ് ഇനി എടുക്കാനുണ്ട്, അതോടെ കണ്ടിട്ടേ പോകാനുള്ളൂ. നമ്മുടെ ഫംഗ്ഷൻ നടന്ന ഹോളിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ ഈ ഫ്ലാറ്റിൻ്റെ സ്വിമ്മിംഗ് പൂളുണ്ട്. നല്ല വലിപ്പമുള്ളൊരു സ്വിമ്മിംഗ് പൂള്. നല്ല രസമുണ്ട് കാണാനായിട്ട്, അല്ലേ? നല്ല രസമുണ്ടല്ലേ? അപ്പം നമ്മൾ ഈ ഹോളിൽ നിന്ന് നേരെ നമ്മൾ പോകുന്നത് നമ്മുടെ ഫ്ലാറ്റിലോട്ടാണ്. നമ്മൾ ഇതുവരെ ഫ്ലാറ്റ് കണ്ടില്ല. നേരെ സമയം കളയാതെ നമ്മൾ ഫ്ലാറ്റിലോട്ട് പോകാം. അതിൻ്റെ ഇവിടെ തന്നെ ലിഫ്റ്റ് ഉണ്ട്, അങ്ങോട്ട് കയറാൻ പോകാം. ഹായ്. അപ്പോൾ നമ്മുടെ ലഞ്ചൊക്കെ കഴിഞ്ഞു. നമ്മൾ നേരെ 9th ഫ്ലോറിലോട്ട് വന്നു. ഇവിടെയാണ് ചിക്കു ചാച്ചിൻ്റെ പുതിയ ഫ്ലാറ്റ്. അപ്പം നമ്മൾ ലഞ്ചിന് മുൻപ് ഫ്ലാറ്റിൻ്റെ വീഡിയോസ് എടുക്കണമെന്നാണ് വിചാരിച്ചത്, പക്ഷെ നടന്നില്ല, അല്ലേ? ഫംഗ്ഷൻ കഴിഞ്ഞ് നേരെ നമ്മുടെ ഫുഡിൻ്റെ സെഷനായിരുന്നു. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആയിരുന്നു പാട്ടൊക്കെ പാടിയത്, അല്ലേ? അതുകൊണ്ട് തന്നെ എല്ലാവരും എൻജോയ് ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാവരും പറഞ്ഞത് നല്ല പാട്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ പുതിയ സിനിമയിലെ പാട്ടൊക്കെ പാടിയായിരുന്നു. പൂവേ പൂവേ താഴം പൂവേ, ആ പാട്ടൊക്കെ പാടിയായിരുന്നു. ഞാൻ ആദ്യമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. കൊള്ളാം, അല്ലേ? ഇനി അടുത്ത സ്റ്റേജിൽ അതൊന്ന് ഇറക്കണം. ഞാൻ ചുമ്മാ അന്നേരം തന്നെ ലിറിക്സ് എടുത്ത് ചുമ്മാ ഒന്ന് പാടി നോക്കിയതാ. കൊള്ളാവോ ഇല്ലയോ എന്ന് കുഴപ്പമില്ല. പാട്ട് നല്ല, ലിറിക്സ് അറിയാത്തതുകൊണ്ട് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം നന്നായിട്ട് പാടി. അപ്പൊ നമ്മൾ ഫ്ലാറ്റിനുള്ളിലോട്ട് പോകാനായിട്ട് പോവാണ്. ഫ്ലാറ്റൊക്കെ പോയി പെട്ടെന്ന് കണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചു പോകണം. അതെ, ചന്ദനപ്പള്ളിക്ക് തിരിച്ചു പോകണം. ഇവിടുന്ന് എത്ര അവർ ഡ്രൈവ് ഉണ്ട്? 3.5 മണിക്കൂറുണ്ട്. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഒരു ഫ്ലാറ്റ് ടൂർ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ ആദ്യമായിട്ട് എൻ്റെ കസിൻ ചേട്ടൻ്റെ ഫ്ലാറ്റിനകത്തോട്ട് പ്രവേശിക്കാനായിട്ട് പോവുകയാണ്. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. നീയോ? നമ്മൾ എപ്പോഴും തുടങ്ങുമ്പോൾ തറയിൽ നിന്ന് തുടങ്ങണമെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ തറ പറയാതെ എഴുതി പഠിക്കുന്നത്. അതിമനോഹരമായ കഥക് നമുക്ക് കാണാം. ഇനി അകത്തോട്ട് കയറി എന്തൊക്കെയാണ് നമ്മുടെ ഫ്ലാറ്റുകളുടെ എല്ലാം ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ എല്ലാം അടികൾ ഈ ഒരു ഡോൾസ് എല്ലാം ചെയ്തിരിക്കുന്ന തേക്കാണ്. ഓ, അത് ശരി. അപ്പൊ അവര് പണ്ട് ഓഫീസേഴ്സ് ഒക്കെ അവിടെ പോയി എടുത്ത്, ഓഫീസ് എന്ന് പറയുന്നത് നമ്മളെ ഗ്രാൻഡ് ഫാദർ എടുത്തെല്ലാം എടുത്തെല്ലാം ചെയ്തതാണ്. അപ്പൊ എല്ലാം തേക്കാണ്, എല്ലാം പ്രീമിയം ക്വാളിറ്റിയാണ് മൊത്തത്തിൽ ചെയ്തിരിക്കുന്നത്. കാര്യം ഇവരുടെ തന്നെ ആയതുകൊണ്ട് എല്ലാം അങ്ങനെ ചെയ്തിരിക്കുന്നത്. നമ്മള് പിന്നെ അധികം ഇന്റീരിയേഴ്സ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് കയറിയതേ ഉള്ളൂ. അകത്തോട്ട് കയറി വിശേഷങ്ങൾ കാണാം. ഇതിപ്പോ ഇന്ന് വാമിങ്ങിന് വന്ന ഗസ്റ്റ് ആണ്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ലിവിംഗ് റൂം കാണാം, അല്ലേ? അതെ, നമ്മുടെ ചന്ദനപ്പള്ളിയിലെ വീട് പോലെ ചെറിയൊരു റിസംബ്ലൻസ് ഇല്ലേ? അതെ അതെ. ആ ഫോട്ടോസ് ആണെങ്കിലും അതെ ഫോട്ടോസ്. ഹീറോ സാധ ഇല്ലാത്ത ഒരു പരിപാടിയില്ല. സാധയാണ് നമ്മുടെ ഹീറോ, ഇല്ലേ? സാധ ഇല്ലാത്തൊരു പരിപാടി നമുക്കില്ല. നമ്മുടെ അതെല്ലായിടത്തും ഒരു കോമൺ ഫാക്ടർ. നമ്മള് എറണാകുളത്തോട്ട് ഒന്ന് പറിച്ചു നട്ടു. ഓക്കെ, ലിവിംഗ് റൂമിൽ നമ്മുടെ അനിയച്ചായന് ആരൊക്കെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞ ജസ്റ്റ്. ഇതാണെങ്കിൽ അരുൺ ചേട്ടൻ, സുഷൻ മമ്മി, സൂര്യയുടെ മമ്മിയാണ്. മമ്മിയുടെ കയ്യിലിരിക്കുന്ന എന്റെ മോനാണ്. പിന്നെ ഷൈനി ആന്റി, ശശി അങ്കിള്, പപ്പ അങ്കിള്, വല്യപ്പൻ, റോഹൻ കുട്ടൻ. ഇവരെയൊക്കെ നല്ല പരിചയമായില്ലേ? പല പല പരിപാടികളായിട്ട്. അതെ, കല്യാണം മുതൽ തുടങ്ങിയത്. അതെ അല്ലേ? ഇപ്പൊ ഷെയ്ന് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. മോനെ എന്തൊക്കെയുണ്ട് വിശേഷം? കുറെ കാലമായല്ലോ, അല്ലേ? മോളെ, ഇത് മോളുടെ അമ്മ ആരു അല്ല, സൂര്യയുടെ മോള് ആരു. അത് എന്റെ മോള്. ട്വിൻസ് ആണ്. ചെക്കന്
ചെക്കൻ്റെ പെണ്ണിന്റെ ശരിക്കുള്ള പേര് പറ. റയൻ ആൻഡ് റേച്ചൽ. കുറ്റു കുറ്റു കുറ്റു. അതെ, ജസ്റ്റ് ഒരു ലുക്ക് വന്നിട്ടുണ്ട്, ഒരു ചിരി വന്നിട്ടുണ്ട്, ഒരു ചിരി. സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിംഗ് റൂം. കോമ്പാക്ട് ആണെന്ന് തോന്നുമെങ്കിൽ ഇല്ല, നല്ല സ്പേഷ്യസ് ആണ്. അതെ, 3 bedroom ഫ്ലാറ്റ് ആണ്. 3 BHK. ഇത് നമ്മൾ ഹോള് പ്ലസ് ഡൈനിങ് ഏരിയ ആണ്. ഡൈനിങ്ങിന്റെ ഒക്കെ ചെയ്തിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ പണിഞ്ഞ ഇതാണ്, ഫുൾ ഒരു ഇതാണ്. ഇവരൊക്കെ ഇന്ന് വന്ന ഗസ്റ്റ് ആണ്, ഫ്ലാറ്റിൽ തന്നെ താമസിക്കുന്നവരാണ്. സുമാമ, ആനിയാൻചി, കൽക്കണ്ട ഡാരീസിന്റെ അമ്മ, അത് എന്റെ അമ്മ. ഷെമാമയാണ് ചിക്കുച്ചാച്ചന്റെ അമ്മ. അതെ, പിന്നെ പരിചയപ്പെടുത്തിക്കൊടു. മമ്മിയുടെ ചേച്ചിയാണ് സുമ ചേച്ചി. ഇത് അമ്മൂസ്, തൊട്ട് അയൽവാസി എന്ന ദരിദ്രവാസി. ഇത് ജയന്തി, ജയന്തിയുടെ മോൻ കൽക്കണ്ടൻ ഡയറീസിന്റെ ജോർജ്. ഇപ്പോൾ നമ്മൾ ലിവിംഗ് റൂമിൽ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ ബാൽക്കണിയാണ്. നമ്മൾ അങ്ങോട്ട് പോകാം. അതെ, ബാൽക്കണിയാണ് കാണിക്കാൻ. ബാൽക്കണിയാണ് കാണിക്കുന്നത്. കൽക്കണ്ടൻ ഡയറീസ്. ഇതിപ്പോ നെറ്റ് ഇട്ടിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പ്രാവുകള് വന്നിട്ട് ഇതാക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ നെറ്റ് ഇട്ടിരിക്കുന്നത്. നല്ലൊരു തീരുമാനമാണ്. അത് എല്ലായിടത്തും നിറച്ച് പ്രാവ്. അതെ അതെ, പ്രാവിനെ നമുക്ക് വളർത്താൻ ഇഷ്ടമാണെങ്കിൽ അതിന്റെ വേറെ കുറെ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഈ നെറ്റ് ഇട്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് നമുക്ക് ഫ്ലാറ്റ് കുറച്ച് ക്ലീൻനെസ്. ഇപ്പൊ താഴെ കാണുന്ന പൂൾ ഏരിയ ഒക്കെ എടുത്തെടുത്ത് പൂൾ എടുത്തായിരുന്നു. ഇവിടുന്ന് ഒരു വ്യൂ ആണ് ഇത്, കണ്ടില്ലേ? ഇപ്പൊ നമുക്ക് ഈ ആ ട്രീസ് കാണുന്ന സ്ഥലമാണ് നമ്മുടെ ഈ ട്രെയിൻ ഇവിടെ കലൂർ സ്റ്റേഡിയം കാണാമോ? സ്റ്റേഡിയം ഇവിടെ അടുത്ത് ലെഫ്റ്റിൽ തന്നെയാണ്. പക്ഷെ ഈ ബിൽഡിംഗ് ഇതുകൊണ്ട് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് അങ്ങോട്ടാണ് കായല്, നമ്മുടെ മറൈൻ ഡ്രൈവ്, അതൊക്കെ ഇതൊക്കെ ഉള്ള. ഈ നെറ്റ് ഇല്ലായിരുന്നെങ്കിൽ ഇച്ചിരി നന്നായിട്ട് കുറച്ചുകൂടെ ക്യാപ്ചർ ചെയ്യായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂ ഇയറിന്റെ ഒക്കെ സമയത്ത് ആ ഒരു ഫയർ വർക്ക്സ് നല്ലൊരു ലെവലിൽ ഇവിടുന്ന് കാണാൻ പറ്റുന്നതാണ്. അത് ശരി. കൽക്കണ്ടൻ ഡയറീസിനെ ക്ഷണിച്ചു കൊള്ളുന്നു. ഇവിടെ വന്നിട്ട് വേണമെങ്കിൽ നല്ല ഫയർ വർക്സിന്റെ ഒക്കെ ഒരു നല്ല ഇത് കിട്ടും അടുത്തുനിന്നുള്ള ഒരു ഇത്. അതെന്തായാലും പൊളിച്ചു. പിന്നെ കൊച്ചിയുടെ സ്വന്തം കൊതു ഇവിടെ കുറച്ച് കുറവാണെന്നാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ കൊച്ചി. നമ്മുടെ കലൂർ കൊച്ചി. ഇവിടെ നിന്നാ ഫുള്ള് നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലേ? അതെ, കൊച്ചി ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുക. അതാണ് കൊച്ചി. പഴയ കൊച്ചിയല്ല, പക്ഷേ അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ ചിക്കുച്ചാച്ചിന്റെ റൂമിലോട്ട് കയറുകയാണ്. ഇതാണ് ഘനഗാംഭീര്യനായ നമ്മുടെ ചിക്കുച്ചാച്ചിന്റെ റൂം. അതാ ഭാര്യ മുങ്ങാങ്കുഴിയിട്ട് മുങ്ങിയിരിക്കുകയാണ് നമ്മുടെ വ്ളോഗിൽ നിന്ന്. ദാണ്ട് മുങ്ങി, ദാണ്ട് ഇവിടെ വന്ന് പൊങ്ങി. ഇത് മോള്, നമ്മുടെ ചുഞ്ചിരി ബാവ, റേച്ചൽ മോള്. പിന്നെ മാസ്റ്റർ ബെഡ്റൂം. ഇത് തൊട്ടടുത്ത് പോവാണ്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. എന്റെ ഒരു സെറ്റപ്പ് തന്നെ. ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. ഇത് കല്ലൂരിന്റെ വേറൊരു സൈഡ് കാണാൻ. നമ്മൾ കണ്ടത് വേറൊരു സൈഡ്. ഒരു ഹായ് പറഞ്ഞേടാ. നമ്മുടെ ഇന്റീരിയർ ഒക്കെ എന്നാ ചെയ്യുന്നേ? ഉടനെ ഉണ്ടോ? ഉടനെ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ 18-ാം തീയതി UK തിരിച്ചു പോകുന്നത്. അപ്പോൾ ഈ ഭാവിയിലുള്ള ഇന്റീരിയറിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം. ഇരുത്തി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് അതിന് തന്നെ അങ്ങ് പോവാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ചെയ്തേക്കുള്ളത്. നൈസ്. നമ്മളിത് ഒക്ടോബറിലാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതെ, മെയില് നമ്മുടെ പള്ളിയുടെ പെരുന്നാളൊക്കെ വരുന്നുണ്ട്. അതെ, നമ്മുടെ ടീം എല്ലാം വരുന്നത്. നമ്മുടെ ടീം, അതായത് ലീഗ് ഓഫ് ബ്രോസ്. ഇവിടുന്ന് മുമ്പോട്ട് നടന്നു പോകുമ്പോൾ കാണുന്നത് നമ്മൾ പ്രവേശിക്കുന്നത് കിച്ചണിലോട്ടാണ്. ഇത് വളരെ ചെറിയൊരു കിച്ചൺ അല്ലേ? എന്നാലും എല്ലാ സൗകര്യങ്ങളും ഉള്ള നല്ലൊരു കിച്ചൺ. നല്ല കിച്ചണാണ്. ഇത്രയൊരു അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇത്രത്തിന്റെ ആവശ്യമുള്ളൂ സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മൾ ഫ്ലാറ്റ് ടൂർ കണ്ടു, നമ്മുടെ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തു.
സോ ഹാപ്പി, സോ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു വ്ലോഗായിരുന്നു അല്ലേ? ഇഷ്ടപ്പെട്ടാൽ നന്നായിട്ട് വിശദമായിട്ട് പരിചയപ്പെട്ടു. അതെ. വീഡിയോയിൽ കണ്ടതല്ലാതെ അതിന് വിശദമായി കണ്ടു. കൂടുതൽ അറിയാനായിട്ട് സാധിച്ചല്ലേ പ്രേക്ഷകർക്ക്. ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനെയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യുക. ഓക്കെ, ഓക്കെ, ബൈ.